ചോറ് വയ്ക്കാനായിട്ട് അരി എടുത്തിട്ടുണ്ട്. മട്ടരിയാണ്, നല്ല വേവുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ചോറ് വയ്ക്കാനായിട്ട് വെള്ളം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസോ വിറകോ ഒന്നുമില്ലാതെയാണ് ചോറ് വയ്ക്കുന്നത്. അരി കഴുകി എടുക്കട്ടെ. അരി അടുപ്പത്തിട്ടിട്ട് തിളയ്ക്കുന്നുണ്ട്. കരിയിലിട്ടിട്ട് കത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കോലെടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് കത്തും. 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ഗ്യാസ് ലാഭിക്കാനും വിറകോ ഒന്നിനും ചിലവില്ല. ഇത് വെറുതെ വേസ്റ്റായി പോണ കരിയിലയല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗപ്പെടുത്താം. ഗ്യാസിനും ലാഭമാണ്, വിറകിനും ലാഭമാണ്. ഇങ്ങനെ ഇതിൻ്റെ അടുത്തിരുന്ന് കുറച്ച് നേരം കത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ കെടാതെ ഇങ്ങനെ നീക്കി കൊടുക്കണം. വരുന്നത് കണ്ടോ? ഇതാ വിറക് പോലും ഇല്ലാതെയാണ്, വെറും ഈ കരിയിലിട്ടിട്ട് മാത്രമാണിത് കത്തിച്ച് വേവിക്കുന്നത്. നന്നായിട്ട് കത്തി തിളച്ച് വേവണം. ഈ മട്ടരിയൊക്കെ വേവിക്കണമെങ്കിൽ എന്തുമാത്രം വിറകിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമല്ലേ. അപ്പോൾ നമുക്കിതുപോലെ പറമ്പിൽ വേസ്റ്റായിട്ട് കൊഴിഞ്ഞു വീഴുന്ന കരിയല്ല, പ്ലാവിൻ്റെയും മൂച്ചിൻ്റെയും ഏത് മരത്തിൻ്റെ ആയാലും നമുക്കിതുപോലെ ഉണങ്ങിയ കരിയിലിട്ടിട്ട് ചോറും കറിയും എല്ലാം വെച്ച് ഉണ്ടാക്കാവുന്നതാണ്. വിറകിൻ്റെ ആവശ്യമില്ല, ഗ്യാസിൻ്റെ ആവശ്യമില്ല. വേനൽക്കാലം മുഴുവനും നമുക്കിതുപോലെ കരിയിലുള്ളവർക്ക് ഇതിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വേസ്റ്റാക്കാതെ കരിയില കൊണ്ട് നമുക്ക് അതൊരു ഉപയോഗമാക്കി എടുക്കാം. ചോറ് വെന്തിട്ടുണ്ട്, ഇനി ഊറ്റിയെടുക്കാം.